അഴിമതിയേ ഉള്ളൂ. ഏത് സംഗതിക്കും അഴിമതിയാണ്. ഏത് ഓഫീസിൽ ചെന്നാലും അഴിമതിയാണ്. ഏത് സംഗതിക്ക് ചെന്നാലും അഴിമതിയാണ്. അഴിമതി ഇല്ലാതെ ഒരു സംഗതിയും ഇവിടെ മുന്നോട്ട് പോകുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് പൊതുജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ടോട്ടൽ 3,33,000 കോടി 2023 ആകുമ്പോഴേക്ക് കേരളത്തിന് കടബാധ്യത വന്നു. നവകേരള സദസ് എന്ന് പറഞ്ഞ് ആർഭാടത്തിന് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ആർഭാടവും ദൂർത്തുമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരളത്തെ മൊത്തം വേൾഡ് ബാങ്കിനടക്കം പണയം വെക്കുകയും അതുപോലെ തന്നെ പൊതുമേഖല അടക്കം വിറ്റ് തുലയ്ക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ് എന്നതാണ്. കേരള ഭരണം എന്ന് പറയുന്നത് കേവലം ഒരു അഴിമതി ഭരണമായിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പണം അനധികൃതമായിട്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകുന്നത് എന്ന് കണ്ടെത്തിയപ്പോഴാണ് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടെത്തിയത്. അഴിമതി കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറുകയാണോ? ഭരണമാറ്റം കൊണ്ട് അഴിമതിയിൽ മാറ്റം വരുന്നുണ്ടോ? ചോദിച്ചറിയാം ജനാഭിപ്രായം. പിണറായി വിജയൻ പറഞ്ഞത് കേരളം സ്വർഗമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗമാണ് ഇപ്പം കേരളം. എന്താ വെച്ചാൽ സ്വർഗത്തിൽ എന്നാൽ എല്ലാം ഇവിടെ അറാമായതൊക്കെ സ്വർഗത്തിലല്ല. കള്ള ഇവിടെ ഇഷ്ടം പോലെ കിട്ടും, പെണ്ണ് ഇഷ്ടം പോലെ കിട്ടും, എല്ലാം കിട്ടും. അതുപോലെ ഇവിടെ ഇപ്പം എല്ലാം കിട്ടൽ തുടങ്ങി. എല്ലാ മോശപ്പെട്ട സംഗതികളുമാണ് ഇപ്പം കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കില്ല അഭിപ്രായം. അതിപ്പോൾ നമ്മുടെ നവകേരള യാത്ര കണ്ടാൽ തന്നെ അറിയാലോ. അഴിമതിൻ്റെ ഇത് ഒരു മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും നാടാകെ ലേവിഷായിട്ട് ആഡംബരമായിട്ട് നടക്കുക. അവരെ ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ, ലഞ്ചാകട്ടെ, ഡിന്നറാകട്ടെ എല്ലാവരും കാണുന്ന ഒരു ഇതാണല്ലോ. അപ്പം അതൊക്കെ ഒരു അഴിമതിൻ്റെ ഭാഗം തന്നെയാണ്. രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് അവർ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ BJP ആയിട്ട് അവരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നതുകൊണ്ടാണ് ആ ലാവിനടക്കം അങ്ങനെ ഇതുവരെ തീരുമാനമാകാതെ തിരുന്നത്. അഴിമതി കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. സഖാവ് EMSൻ്റെ മന്ത്രിസഭ തൊട്ടേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിൻ്റെ തോത് ഗ്രാഫ് ക്രമാതീതമായി വർദ്ധിച്ചു എന്നുള്ളതാണ് ഇപ്പം നടക്കുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 1957 ശേഷം 2016 വരെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കടമെന്ന് പറഞ്ഞത് 1,57,000 കോടിയായിരുന്നു. എന്നാൽ 5 വർഷം ശ്രീ പിണറായി ഗവൺമെൻറ് ഒന്നാം ടേം പൂർത്തിയാക്കിയപ്പോൾ 2021 ആയപ്പോഴത്തേന് 1,70,000 അഡീഷണൽ കടം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ 3,33,000 കോടി 2023 ആകുമ്പോഴേക്ക് കേരളത്തിന് കടബാധ്യത വന്നു. അപ്പോൾ ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്നതിൽ കൂടി ഒരുപാട് അഴിമതികൾ നടന്നു എന്നുള്ളതാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് പൊതുജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. അല്ലാതെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം കഴിഞ്ഞ തവണയൊക്കെ UDF നല്ല രീതിയിൽ അഴിമതിയില്ലാത്ത ഭരണം, ഉമ്മൻചാണ്ടിനെ പോലെ നല്ല മുഖ്യമന്ത്രിമാരെ ഭരിച്ച നാടാണത്. ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അഴിമതി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇപ്പം ഭരിക്കുന്ന ഗവൺമെന്റ് 100% അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഭാഗമാണെന്നുള്ളത് ആർക്കും അറിയാം. കാരണം നമുക്കറിയാൻ പെടാതെ അയ്യപ്പന് ശരണം വിളിക്കേണ്ട ശബരിമലയിൽ പോലും അവിടെ വേണ്ട രീതിയിൽ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയാത്ത സംസ്ഥാന ഗവൺമെന്റ്, എന്നാൽ നവകേരള സദസ് എന്ന് പറഞ്ഞ് ആർഭാടത്തിന് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ആർഭാടവും ദൂർത്തുമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഗവൺമെന്റ് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഗവൺമെന്റാണ് സംസ്ഥാനം ഭരിക്കുന്നത്. വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പറയാനുള്ളൂ. കേരള രാഷ്ട്രീയത്തിൽ അഴിമതി തുടർക്കഥയാവുന്ന ഒരു സമയം വന്നിരിക്കുന്നു. എല്ലാ പദ്ധതികളുടെയും ഭാഗമായി അഴിമതി ഇന്ന് കടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഈ ഗവൺമെൻറ് ഭരണത്തിലേറിയതിന് ശേഷമുള്ള ഓരോ പദ്ധതികളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിലെല്ലാം അഴിമതിയുടെയും കമ്മീഷൻ്റെയും മാത്രം പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൻ്റെ മാത്രമാകാനല്ലാത്തൊരു സാർവത്രികമായ ഒരു പ്രതിഭാസമായി മാറിയിട്ടുണ്ട്. കാരണം ആർക്കും എങ്ങനെയും ഭരണത്തിൻ്റെ തണലിൻ്റെ അഴിമതി നടത്താവുന്ന സംവിധാനമായി കേരളത്തിന് മാറിയിട്ടുണ്ട്. ഇത് പ്രതിപക്ഷം ചോദ്യം ചെയ്താലും കോടതി ചോദ്യം ചെയ്താലും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചാലും മുന്നോട്ട് പോകുന്ന സർക്കാരാണിത്. ഈ അഴിമതിക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാണ് UDF സംസ്ഥാന വ്യാപക ഈ ജനസദസ്സുകൾ നടത്തുന്നത്. ഈ ജനസദസ്സുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനും ഇതിനെതിരെയുള്ള പ്രതിഷേധം പറ്റി ജനങ്ങളെ വികാരം ഉണർത്താനുമാണ് UDF നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഈ ജനസദസ്സുകൾ നടത്തുന്നത്. 1000 ചില്ലാനം കോടിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വൈദ്യുതി ബോർഡിൻ്റെ കടം ഭരണം അവസാനിക്കും 2016. 5 വർഷം കഴിഞ്ഞ് ഇപ്പം പിണറായി വിജയൻ്റെ കണക്കിൽ 40,000 കോടി വൈദ്യുതി ബോർഡിന് കടബാധ്യത വന്നു. കേരളത്തിലെ ടോട്ടലി വിറ്റ് തുലച്ച ഒരു ഗവൺമെൻറ്റാണ് ഇപ്പം ഭരിക്കുന്ന 2ാം പിണറായി സർക്കാർ. അഴിമതി കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും
ആ അഴിമതി മാത്രമല്ല, കേരളത്തെ മൊത്തം വേൾഡ് ബാങ്കിനടക്കം പണയം വെക്കുകയും അതുപോലെ തന്നെ പൊതുമേഖല അടക്കം വിറ്റ് തുലയ്ക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഭരണകക്ഷി എന്ന് പറഞ്ഞ LDF അഴിമതി വിരുദ്ധം പ്രസംഗിക്കുമെങ്കിലും, പുറമേക്ക് പ്രസംഗിക്കുമെങ്കിലും ഉള്ളിൽ കൂടെ അഴിമതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പിണറായി സർക്കാരിൻ്റെ 7 വർഷം നമ്മൾ വിവിധ തരം അഴിമതി, ചെറുതും വലുതുമായ അഴിമതിക്കഥകൾ നിരവധിയാണ് ഇവിടെ ആരോപിക്കപ്പെട്ട. ആരോപണം മാത്രമല്ല, പലതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എന്നും അഴിമതി ഇതാണ് ഇങ്ങനെ വീമ്പ് പറയുകയും ചെയ്യും. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അഴിമതിയായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയാത്ത കോലത്തിലാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാണ്. അഴിമതിയേ ഉള്ളൂ. ഏത് സംഗതിക്കും അഴിമതിയാണ്. ഏത് ഓഫീസിൽ ചെന്നാലും അഴിമതിയാണ്. ഏത് സംഗതിക്ക് ചെന്നാലും അഴിമതിയാണ്. അഴിമതി ഇല്ലാതെ ഒരു സംഗതിയും ഇവിടെ മുന്നോട്ട് പോകില്ല. ഇപ്പം അവർ നടത്തുന്ന കേരള യാത്ര ഉണ്ടല്ലോ, അതിലും അഴിമതി ആണ്. ഓരോ പരിപാടിക്കും അഴിമതി നടത്തിക്കൊണ്ടാണ് പിരിവെടുക്കുന്നത്. കോൺട്രാക്ടർമാരുടെ നിന്നൊക്കെ മുൻകൂട്ടി തന്നെ പൈസ വാങ്ങിയിട്ടാണ് പന്തലിടണവും വേറെല്ലതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അഴിമതി തന്നെ. അഴിമതി ഉണ്ടെങ്കിലേ ഇന്നത്തെ കേരള ഭരണം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷം. നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി, ആ കമ്പനിയിലേക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കരിമണൽ കമ്പനിയുടെ നിന്ന് മാസത്തിൽ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപയും അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപയും മാസം തോറും ഒരു കമ്പനി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം കണ്ടെത്തിയിട്ടുള്ളത് തന്നെ ഇവിടുത്തെ അംഗീകൃതമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ്. അത് കണ്ടെത്തിയപ്പോൾ എങ്ങനെയാണ് ഈ പണം അനധികൃതമായിട്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകുന്നത് എന്ന് കണ്ടെത്തിയപ്പോഴാണ് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടെത്തിയത്. രണ്ടാമത് AI ക്യാമറയുടെ അഴിമതി വന്നപ്പോൾ നമുക്കറിയാൻ പറ്റും. AI ക്യാമറയുടെ അഴിമതി വന്നപ്പം അതിൻ്റെ ഇരട്ടി തുകക്ക് അത് കരാറ് കൊടുത്തിട്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം ഏത് കമ്പനിയാണ് ഇത് കരാറെടുക്കുന്നത് എന്ന് പരിശോധിക്കുന്ന സമയത്ത് പ്രസാഡിയോ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്കാണ് ഇതിൻ്റെ അന്വേഷണം എത്തിയിട്ടുള്ളത്. പ്രസാഡിയോ എന്ന് പറയുന്ന ഒരു കമ്പനി ഇതിൻ്റെ കരാറെടുത്ത് ഇരട്ടി തുകക്ക് കരാറ് വാങ്ങിയപ്പം ഈ പ്രസാഡിയോ കമ്പനി ആരുടേതാണെന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോഴാണ് ഇതും പിണറായി വിജയൻ്റെ മകൻ്റെ അമ്മോഷനുമായി ബന്ധപ്പെട്ട, അവരുടെ ഭാര്യയുടെ പിതാവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് എന്നും അവരിലേക്കാണ് ഈ പണം പോകുന്നത് എന്ന് കേരളീയ സമൂഹം കണ്ടെത്തുന്നത്. അപ്പോൾ എല്ലാത്തിലും അഴിമതിയും പാർട്ടി ഫണ്ടും സ്വന്തം കീശയിലേക്ക് സംവിധാനം ഉണ്ടാക്കുന്ന ഒരു സമയത്താണ് ഈ ഗവൺമെൻറ് ഇത്രമേൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കേരള ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കേരള ഭരണം എന്ന് പറയുന്നത് കേവലം ഒരു അഴിമതി ഭരണമായിട്ട് മാറിയിരിക്കുകയാണ്. സർവത്ര അഴിമതിയാണ്. A തൊട്ട് Z വരെ അഴിമതിയാണ്. അഴിമതി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അഴിമതികളെന്ന് ചോദിച്ചാൽ, നമ്മുടെ AI ക്യാമറ മുതൽ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ കരിമണൽ ഖനനം വരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. എല്ലാ പിണറായിൻ്റെ കുടുംബവും സ്വത്ത് സമ്പാദനത്തിൻ്റെ വഴിയിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. അതിലേക്ക് പിന്നെ കുടുംബങ്ങളെയും മറ്റും അവർ വലിച്ചു കൊണ്ടുവന്ന് കേരള ഭരണം എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊരു പഴമൊഴിയുണ്ട്. അത് സത്യത്തിൽ യാഥാർത്ഥ്യമായത് ഇപ്പോഴാണ്. കേരളത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിലക്കയറ്റാണ്, രൂക്ഷമായ വിലക്കയറ്റം. ക്രിസ്മസ് അടുത്ത് കഴിഞ്ഞു. സ്പെഷ്യലായിട്ട് അരിയോ മറ്റു സാധനങ്ങളൊന്നും റേഷൻ കടയിലില്ല. മാവേലി സ്റ്റോറുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. മാവേലി സ്റ്റോറിൽ 4 പേരുണ്ട്. അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ സാധനം വന്ന് ചോദിക്കുന്നവരോട് ഇല്ല എന്ന് പറയലാണ് ഞങ്ങളുടെ ജോലി. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഭരണം മാറിയാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ആ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തന്നെ വലിയ ഒരു മാറ്റം, വമ്പിച്ച ഒരു ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വന്നു. അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി അടുത്ത നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് ആയാലും അത് UDFന് അനുകൂലമായിട്ട് പിന്നീട് നടക്കാൻ പോകുന്ന അസംബ്ലി, പഞ്ചായത്ത്, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. UDF വൻ മുന്നേറ്റം, മേധാവിത്വമാണ് അവർ കാണിച്ചത്. CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അടുത്തുള്ള സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് അങ്ങനെ ഒരു മേധാവിത്വം പുലർത്തി. അത് തീർച്ചയായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടി അല്ലെങ്കിൽ ഒരു സൂചനയാണ്. പാവപ്പെട്ടവൻ്റെ, അധ്വാനിക്കുന്നവൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്.
പക്ഷേ ഭരണം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു ചെറിയ മുതലാളി വിഭാഗത്തിന് വേണ്ടിയിട്ട്, മുതലാളി വർഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. സാധാരണക്കാരന് ജീവിക്കാൻ വയ്യ. എല്ലാ മേഖലകളിലും ഇപ്പോൾ പറയുമ്പോൾ റേഷൻ കടകൾ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോൻ്റെ സ്റ്റോറുകളൊക്കെ തന്നെ സാധനങ്ങളൊന്നും ജനങ്ങൾക്ക് കിട്ടുന്ന യാതൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അതോടൊപ്പം മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ അവരുടെ കുടുംബത്തിന് സ്വത്ത് സമ്പാദിക്കുക, മക്കളെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് പിന്നെ അഴിമതിയിലൂടെ പണം കണ്ടെത്താനുള്ള സോഴ്സുകൾ, മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭരണം തന്നെ അവരുടെ കുടുംബത്തിനും അവരുടെ സ്വന്തം അനുയായികൾക്കും വേണ്ടിയിട്ടുള്ള രീതിയായിട്ട് മാറിയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന പക്ഷം തീർച്ചയായിട്ടും ജനങ്ങൾ ഈ സർക്കാരിനെ, ഈ ഗവൺമെൻറ്റിനെ തൂത്തെറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തെ ഒരു പറ്റം രാഷ്ട്രീയ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അഴിമതി ആരോപണം എന്നുള്ള രീതിയിൽ ഭരിക്കുന്ന ആളുകളെ കുറ്റപ്പെടുന്ന തരത്തിലേക്ക് ദിവസവും ഓരോ ആരോപണങ്ങൾ ഉയർത്തുകയല്ലാതെ അതിൻ്റെ സത്യാവസ്ഥ, നിജസ്ഥിതി എന്താ എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വ ബോധം ഇവർ കാണിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ, നല്ല വികസന പ്രവർത്തനങ്ങളും റോഡായാലും ഹോസ്പിറ്റലായാലും അതേപോലെ തന്നെ നമ്മുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഭരണത്തെ ഇകത്തി കാണിക്കുന്ന തരത്തിൽ കള്ളപ്രചരണങ്ങൾ മാത്രം ആരോപിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു പ്രവർത്തനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാസർഗോഡ് നിന്ന് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങൾ ജാഥ നടത്തുമ്പോൾ അതിലവർ നടത്തുന്നത് കേരളത്തിലെ സമ്പദ്ഘടനയുടെ ഒരു വിലാപയാത്രയാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്ര നഷ്ടപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖം മിനുക്കിയെടുക്കാൻ മാത്രമാണ്. ഗവൺമെൻറ് മുഖം നഷ്ടപ്പെട്ടു എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഗവൺമെൻറ് കിട്ടിയപ്പോൾ അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് അനുകൂലമാക്കിയെടുക്കണേ ഇതുപോലൊരു യാത്ര നടത്തണമെന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ യാത്രയിൽ പുതുതായിട്ടൊന്നും ഇല്ല. ഈ യാത്രയിൽ ജനങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിനെ വിചാരണ ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ 140 നിയോജകമണ്ഡലം ഇതുപോലെ തന്നെ വിചാരണ സദസ്സുകൾ നടക്കുന്നുണ്ട്. ആ വിചാരണയുടെ ഭാഗമായി എറണാട് മണ്ഡലത്തിൽ ഈ വരുന്ന 18-ാം തീയതി പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുക്കുന്ന അതിവിപുലമായുള്ള പരിപാടിയാണ് അരീക്കോട് വാഴക്കാട് റോഡ് ജംഗ്ഷനിൽ UDF സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഇന്നത്തെ പന്തൽ വിശാലമായ സൗകര്യമൊരുക്കുന്നതിൻ്റെ പന്തൽ നിർമ്മാണം തുടങ്ങുന്നതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മമാണ് ബഹുമാനപ്പെട്ട MLA PK ബഷീർ സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അഴിമതി ഇല്ലാത്ത ഒരു മേഖല ഇപ്പോൾ ഇല്ലല്ലോ. എല്ലാവരുടെയും മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഏത് രീതിയിൽ കൂടെ പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. അത് ഡീസൻ്റായ വഴിയാണെങ്കിലും അല്ലാത്ത വഴിയാണെങ്കിലും അത് ഗവൺമെൻറ് മേഖലയിൽ കൂടുതലുണ്ട്. അവരുടെ ഒരു ടാർഗറ്റ് തികയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർ 5 വർഷം ഭരിച്ചാൽ അതിനുള്ളിൽ തന്നെ ഇത്ര രൂപ സമ്പാദിക്കണമെന്നുള്ള രീതിയിലുള്ളൊരു മേഖലയാണ്. പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും കണ്ണുവെക്കാത്തൊരു സംഭവമാണ്. ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഈ മുഖ്യന്മാരായിട്ടുള്ളവരൊക്കെ എത്രയോ സാമ്പത്തികം കുറഞ്ഞ മേഖലയിൽ നിന്ന് വന്നവരായിരിക്കും. അവർ ഈ രാഷ്ട്രീയം അവരുടെ കാലഘട്ടം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കില്ലാത്ത സ്വത്തുകൾ, സമ്പാദ്യങ്ങൾ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നവർക്ക്? ആ സമയത്ത് തട്ടിച്ചുണ്ടാക്കിയത് ജനങ്ങളുടെ നികുതി പണവും ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്തേക്കുന്ന അഴിമതി മാത്രം കൊണ്ട് സമ്പാദിച്ചേക്കുന്നതാണ് അവരുടെ എല്ലാ സമ്പാദ്യവും. ഇപ്പോൾ ഉള്ള പലരെയും പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവരൊക്കെ താഴ്ന്ന നിലയിൽ നിന്ന് വന്ന് ഇപ്പോൾ അവരുടെ വീട് പോലും മറ്റുള്ളവർക്കൊന്ന് കയറി കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയ്ക്കും ആഡംബരപൂർവമായ ജീവിതം നയിക്കുന്ന പല മുഖ്യന്മാരും ഇപ്പോഴുണ്ട് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് അതൊരു പ്രശ്നമേ അല്ല. പ്രതികരിക്കുന്നവരാരാ ഉള്ളത്? ആരും പ്രതികരിക്കുന്നവരില്ല. ഒരു 2 ദിവസം മാധ്യമ ചർച്ച വന്നാലും 3-ാമത്തെ ദിവസം അതിലും വലിയ വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും മാധ്യമങ്ങൾക്ക്. അതിൻ്റെ പുറകെ പോകും. എത്ര രാഷ്ട്രീയ പാർട്ടികൾ മാറി വന്നാലും അഴിമതിയെ പാടെ തുടച്ചു നീക്കാനാകില്ലെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. അഴിമതി എന്നും ഒരു സാമൂഹിക വിപത്തായി തുടരും. അഴിമതി മുക്ത കേരളത്തിനായി ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും?